തിരുവനന്തപുരത്തെ തീരദേശത്തിന് എപ്പോഴും നഷ്ടങ്ങളുടെ കണക്കാണ് പറയാനുള്ളത്. മാറിവന്ന ജനപ്രതിനിധികൾ എന്നും മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചിട്ടേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴും തീരദേശത്തെ ജനതയ്ക്ക് പറയാനുള്ളത് ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരിക എന്ന് മാത്രമാണ്. പ്രധാന തീരദേശ പാതയാണിത്. പൊഴിയൂരിൽ നിന്നും തമിഴ്നാടേക്ക് എന്നും KSRTC ബസ് ഉണ്ടായിരുന്ന പാത. പക്ഷേ ഇതിലൂടെ ഇപ്പോൾ KSRTC ബസ് ഒന്നും പോകുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാറി വന്ന സർക്കാരുകളുടെ അനാസ്ഥയാണ് ഈ കാണുന്നത്. പൊതുവെ തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകളെല്ലാം ഹർത്താൽ നിരോധിത മേഖലകളാണ്. എന്നാൽ ഇത്തവണ പൊഴിയൂര് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാമെന്നൊരു തീരുമാനത്തിൽ വരെ എത്തുന്നു. അവിടെയാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വരുന്നതും 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമെന്ന ഉറപ്പ് നൽകുന്നതും. ഒരു പ്രോസസ്സിംഗ് ആണ് ഞങ്ങൾ ഈ വർഷം വോട്ട് നിരോധനം എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം നമുക്ക് വന്നിട്ട് ഇപ്പോൾ പ്രോജക്റ്റ് എല്ലാം കാണിച്ചു തന്നു, നേരിട്ട് തെളിവ് സഹിതം കാണിച്ചു തന്നു. അപ്പോൾ 3 മാസത്തിൽ നമുക്ക് ഇത് ഇട്ടിരുമെന്നാണ് പറയുന്നത്. ഈ വർഷം ഞങ്ങൾ എങ്ങനെ വെച്ചാലും വോട്ടൊന്ന് ഞങ്ങൾ മാറ്റിപ്പിടിക്കാനാണ് പോകുന്നത്. ഞങ്ങൾ BJPക്ക് വോട്ടിടാനാണ് തീരുമാനം. വിശ്വപൗരൻ നഷ്ടപ്പെടുത്തിയ തീരദേശ ജനതയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? പൊഴിയൂരിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് എന്നും മീൻ പിടിക്കാൻ പോകുക എന്നത് പ്രായോഗികമല്ല. 3 മാസത്തിനുള്ളിൽ പൊഴിയൂര് മിനി ഹാർബർ പണിതിരിക്കും. ഇപ്പോൾ കടലാക്രമണം അതിന് സ്റ്റോപ്പ് ചെയ്യാനൊരു 3-4 ഗ്രോയിൻസും ഒരു മിനി ഹാർബർ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ. ലോങ് ടേം ഒരു കോംപ്രിഹെൻസീവ് ഫിഷിംഗ് ഹാർബറും ഫിഷിംഗ് ലാൻഡിംഗ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യാനൊരു പ്ലാന് ഞങ്ങൾ ഉണ്ടാക്കും. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ഇരുന്ന് അതിൻ്റെ ഫണ്ടിങ് ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഇതിൻ്റെ ഒരു ലോങ് ടേം പരിഹാരം. അത് ഞങ്ങൾ ചെയ്യും. ഒന്നും രണ്ടും വീടുകളല്ല, കഴിഞ്ഞ കാലവർഷം 75 വീടാണ് പൊഴിയൂര് തീരം കടലെടുത്തത്. ഈ നാട്ടിൽ ഞങ്ങളില്ല, എല്ലാം അളിഞ്ഞു പോകും. എല്ലാം ഇതാണ്ട് 2 വരി വീട് പോയി കഴിഞ്ഞു. ഇതെല്ലാം വീടിരുന്നതാണ്, ഇതെല്ലാം പോയി കഴിഞ്ഞു. ഞങ്ങൾക്ക് ജീവിതം ഇല്ല, കടലിൽ മത്സ്യം ഇല്ല, ഞങ്ങൾ കഞ്ഞിയില്ല, ഞങ്ങളെ മക്കളെല്ലാം പട്ടിണിയിലാണ് കഴിയുന്നത്. ആർത്തിരമ്പുന്ന കടൽ തീരദേശ ജനതയ്ക്ക് ജീവിതവും വേദനയുമാണ്. എല്ലാ കാലവും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ ഇവരെ എല്ലാ കാലവും ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. മാറ്റങ്ങൾക്കൊപ്പം എന്നും ഇവർ നിൽക്കും, അത് അവരുടെ ഉറപ്പാണ്. ക്യാമറമാൻ അനൂജ് അനാവറിനോടും അരുൾ കുമാറിനോടുമൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.